നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാറ്റത്ത് കുറേ കായ വേണമെന്ന് പറഞ്ഞില്ലേ ആലിപ്പൂവിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഉച്ചക്കിടയ്ക്ക് അത് മെഴുക്ക് പുരട്ടി വയ്ക്കാം കേട്ടോ. കണ്ടോ, അതാണ് കായക്കൊലകൾ. കണ്ടോ, പകുതി മൂപ്പ് കണ്ടോ, ഒരുവിധം മൂത്തതുണ്ട്, പിന്നെ ഇതെവിടെ ഉണ്ട്, കുറേ ഉണ്ട്. കണ്ടോ കായകൾ. നമുക്കിതിൽ നിന്ന് ഒരു പടലെടുത്തിട്ട് ഒരു കറി വയ്ക്കാം കേട്ടോ. കായയുടെ തൊലി കളഞ്ഞു. ഇനി നമുക്ക് നുറുക്കണം. ഇന്ന് വയ്ക്കാൻ പോണത് ഞാനൊരു മസാലക്കറിയാണ് കേട്ടോ. മസാലക്കറി അത് മൂപ്പ് അധികം ഇല്ലാത്ത കായയാണ്, അധികം മൂത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നാലാക്കി പൊളിച്ചിട്ട് ഇത്തിരി വലിയ കഷ്ണമാക്കാം. പെട്ടെന്ന് വേവും ചെറുതാക്കിയാൽ, അത് കാരണം കൊണ്ട് ഇത്തിരി വലിയ കഷ്ണമാക്കാം. ഇങ്ങനെ എന്നിട്ട് വെള്ളത്തിലിടാം. കറവുണ്ട്. ഇങ്ങനെ നുറുക്കി ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി, ഉപ്പിട്ട് കഴുകിയാൽ നന്നായിട്ട് കറയൊക്കെ പോകും. ഇനി നമുക്ക് നന്നായിട്ട് വാരി വയ്ക്കാം. അധികം മൂക്കാത്ത കായാണ്, വേഗം വേവ് കേട്ടോ. ഇത്രയുണ്ട് കേട്ടോ കായ നുറുക്കിയത്. നമുക്ക് വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. സാധാരണ നമ്മൾ വേവിച്ചിട്ട് വയ്ക്കാറ്. നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അതും വെച്ചിട്ടുണ്ട്. ഇതിൽ നാളികേരം കൊത്തിയത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മസാല ഇട്ടിട്ടാണ് വെക്കണം കേട്ടോ. പല തരത്തിൽ വയ്ക്കാലോ കായ. വെളിച്ചെണ്ണ ചൂടായി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ഇട്ടു. അതൊന്ന് ഇളക്കാം. അതൊന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളക് എരിഞ്ഞതും ഒക്കെ ഇടാം കേട്ടോ. പച്ചമുളക് ഇട്ടു, പിന്നെ സവാള ഇടാം. നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് കിട്ടട്ടെ കേട്ടോ. കായ വേഗം വേവൂട്ടാവും, തീരെ മൂക്കാത്ത കായല്ലേ. കറിവേപ്പില ഇട്ടു, പിന്നെ ഇളക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇത്തിരി ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഈ സവാള. കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് നാളികേരക്കൊത്തുകൾ ഇട്ടു. നന്നായിട്ട് ഇളക്കുക. വെളിച്ചെണ്ണയിൽ കിടന്ന് നാളികേരക്കൊത്ത് ഒന്ന് മൂക്കട്ടെ. സവാളയോടൊപ്പം ഒപ്പം തന്നെ നാളികേര കൊത്തും കൊണ്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കായ ഇടാം. കായ വേവിച്ചിട്ടിടുകയാണെങ്കിൽ നന്നായിട്ട് ഇത് മുരിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കായ വേവിച്ചിട്ടില്ല, അത് കാരണം ഇപ്പം തന്നെ ഇടാൻ പോവാണ് കേട്ടോ. പച്ചക്കായാണല്ലോ, അധികം മൂത്തിട്ടില്ല കേട്ടോ ഈ കായ. മസാലക്കറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ടാവുള്ളൂ. നന്നായിട്ട് ഇളക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ഫ്ലേവർ എല്ലായിടത്തും ആവട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇടേണ്ടി വരും കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ മറ്റേ സവാളയ്ക്ക് ഇത്തിരി ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഈ വലിയ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ. നമുക്ക് ഈ ചെറിയ ബർണറിൽ ഇത്തിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മിക്സാണ് കേട്ടോ. കാരണം മഞ്ഞൾ പൊടിച്ചിട്ട് അതിൻ്റെ പിന്നാലെയാണ് മല്ലി പൊടിച്ചത്. അപ്പം മല്ലിയിൽ മഞ്ഞളിൻ്റെയും കൂടി അംശമുണ്ട്. പിന്നെ വേറെ അപ്പം മഞ്ഞൾപ്പൊടിയും
മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി മസാലപ്പൊടിയും അതിലേക്കിട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, ചൂടായാൽ മതി. നമ്മുടെ കായൊക്കെ അവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വേവാറായിട്ടുണ്ട്. തീ ഓഫാക്കി. മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്കിടാം. മസാലക്കറി എന്ന് പറയുമ്പോൾ അതിൽ വറുത്തതാണ് നല്ലത്, വറുത്ത പൊടികളാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ കിട്ടാൻ മതിയായിരുന്നു, പക്ഷേ കായൊന്ന് വെന്തോട്ടെ എന്ന് വെച്ചു ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് ഈ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നമ്മൾ ഇട്ട മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ എല്ലായിടത്തും ആവട്ടെ. നമ്മൾ കടച്ചക്കയൊക്കെ വെക്കില്ലേ, അതേപോലെ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കായയ്ക്ക് കായയുടെ ടേസ്റ്റാണ്, കടച്ചക്കയുടെ ടേസ്റ്റ് ആവില്ല എന്നറിയാലോ. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഈ കറി നല്ല ചൂടോടുകൂടി കഴിക്കേണ്ട രസം കേട്ടോ, ചൂടാറിയിട്ടല്ല. അടച്ചു വെച്ചു. ഇനി ഇരുന്നൊന്നും കൂടി വേവട്ടെ. അതിലിട്ട മുളകും ഒക്കെ പിടിക്കണ്ടേ, ഉപ്പ് മുളക് മസാല ഒക്കെ പിടിക്കണ്ടേ. അപ്പം നന്നായിട്ട് തുറന്ന് ഇളക്കി വീണ്ടും അടച്ച് പിന്നെയും തുറന്ന് ഇളക്കി അടച്ച്, അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കണം. അടച്ചു വയ്ക്കാം. തീ ഓഫാക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. തീ ഓഫാക്കിയിട്ടോ. നോക്കൂ, കുറച്ച് നേരമായി ഇത് വച്ചിട്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ദേശശ്രീ വന്നുകൊണ്ട്, ദേശശ്രീക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞ് ദേശശ്രീ കഴിച്ചോട്ടെ അല്ലേ? മതിയോ? ഞാനും കഴിക്കാൻ തന്നെ പോണത്. ചൂടോട് കൂടിയിട്ട് ഇതാകുമ്പോൾ ചോറ് കൂടി ഉണ്ണാൻ നല്ല രസമാട്ടോ. ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോവാണ്, കഴിക്കാം. ജസ്റ്റ് ഇരുന്നൂല്ലേ? അപ്പോൾ ഇങ്ങനെ ഒന്ന് വച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കണത്. എനിക്ക് ഇവിടെ ചേച്ചിക്ക് ഇഷ്ടമായി, എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ.